ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഡ്രീംസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമാണല്ലോ. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായി വാങ്ങി കഴിക്കാറുള്ളതാണ് കോളിഫ്ലവർ ഫ്രൈ. ആർക്കൊക്കെയാണ് കോളിഫ്ലവർ ഫ്രൈ ഫേവറേറ്റ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായി തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കോളിഫ്ലവർ എല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം തന്നെ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടായിരിക്കണം. ചൂടായതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ വറുത്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ.